ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ ഭാര്യൻ്റെ ഡെലിവറി കഴിഞ്ഞ് 7 ദിവസമായി. എൻ്റെ കുട്ടി വന്നിട്ട് ജാസ്തി സന്തോഷമുണ്ട്, ജാസ്തി. പിന്നെ ഇന്ന് 7 ദിവസമായി കുട്ടി വന്നിട്ട്. എൻ്റെ കുട്ടി വന്നോ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കാറ്റി കൊടുക്കുക 2 ആടർക്ക. മറ്റേ 7 ദിവസമായി, 7 ദിവസത്തിൽ 2 ആട് അറക്കണം അങ്ങനെ പറഞ്ഞോ. കണ്ടോ ഈ 2 ആട്, ഈ ആടിക്കോ 6000, ഈ ആടിക്കോ 6000, 12,000 2 ആടിക്കോ നമുക്ക് ആർക്കാ പിന്നെ ശരിയാക്കാം. എൻ്റെ കുട്ടി ആൺകുട്ടി. ഞാൻ ജാസ്തി ഹാപ്പി. എല്ലാ ആൾക്കാരും കമൻറ്റിൽ നമുക്ക് പറഞ്ഞ് ആൺകുട്ടി വരും, മുബാറക്കിൻ്റെ ആൺകുട്ടി വരും, ഒരു പെൺകുട്ടി ഉണ്ടോ ഇപ്പോൾ ഒരു ആൺകുട്ടി വരും അങ്ങനെ പറഞ്ഞ് സത്യമായി നിങ്ങളുടെ വാർത്തന. ഞാൻ ജാസ്തി സന്തോഷം. ഇപ്പോൾ ഈ 2 ആട് അറക്കിയിട്ട് ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുടി കളയുക, പിന്നെ നിങ്ങളുടെ കാട്ടി കൊടുക്കുക കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മളുടെ 2 ആട് അറക്ക കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ആടിൻ്റെ തോൽ ഒഴിവാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ പോലെ ഗൈസ് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് അങ്ങനത്തെ പോലെ ഞാൻ പണിയെടുത്തില്ല. പിന്നെ ഞാൻ ഒരാൾക്കാർക്ക് കിട്ടി, നമ്മളുടെ നാട്ടിൻ്റെ സുഹൃത്ത് ആൾക്കാർക്ക് കിട്ടി. ഈ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞേ അതെ നമുക്ക് റെഡിയാക്കി തരും, ആട് നമുക്ക് റെഡിയാക്കാൻ കഴിയൂല, നിങ്ങൾക്ക് കഴിയും, പിന്നെ നിങ്ങൾ റെഡിയാക്കി തരും. പിന്നെ ആൾക്കാർ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ശരിയാക്കി തരാം, പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഈ ആൾക്കാർക്ക് കിട്ടി. ഈ ആൾക്കാർ നല്ല ആക്കിയിട്ട് റെഡിയാക്കി തന്നെ ഗൈസ്. ഒരു ആട് കഴിഞ്ഞ് ഇപ്പോൾ ഒന്നോട് ബാക്കിയുണ്ട്, അത് ബാക്കിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഒന്ന് കഴിഞ്ഞ്, ഇനി ഒന്ന് ബാക്കിയുണ്ട്. ഹായ് ബോലോ, ഹായ് പറയോ. ആട് കഴിഞ്ഞ് പിന്നെ വേറെ ആട് പിന്നെ തുടങ്ങി. കണ്ടോ ഈ ആട് തുടങ്ങി നമ്മളുടെ 2 ആൾ. ഈ ആൾക്കാർ കേരളത്തെ കുറവ് മുമ്പ് ജാസ്തി പണിയെടുത്ത് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അതേ എൻ്റെ ആനിയാൻ. നോക്കട്ടെ ബാബു എവിടെ? ഈ ആൾക്കാരുടെ പേര് ബാബു, ഉസ്മാൻ ഗോനി, 2 പേര്. എൻ്റെ ആനിയാൻ. ഇപ്പോൾ 2 ആട് റെഡി ആക്കിയിട്ട് പിന്നെ വേറെ നമ്മളുടെ കുട്ടിക്ക് നോക്കാം, ഹാപ്പി ആവാം. 2 ഭാഗത്തെ ആട് നമ്മളുടെ അതെ ഇപ്പോൾ കിളിങ് ആക്കാൻ റെഡിയായി. മറ്റേ തോൽ ഒഴിവാക്കി 2 ഭാഗത്തെ കണ്ടോ. ഇപ്പോൾ നമുക്ക് പീസ് ആക്കണം, ചെറിയ പീസാക്കണം, പിന്നെ റെഡിയാക്കാം ഗൈസ്. ഇപ്പോൾ നമ്മളുടെ ആട് മുറിച്ച കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ പീസ് ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാ ആൾക്കാർക്കും നമ്മളുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. നമ്മളുടെ നാട്ടിൻ്റെ നിയമം അങ്ങനെ എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. പിന്നെ നമ്മളുടെ ഫാമിലി ആൾക്കാർക്ക് കൊടുക്കണം, പിന്നെ നമ്മളുടെ ഭാര്യൻ്റെ നാട്ടിലേക്ക് കൊടുക്കണം, പിന്നെ എല്ലാ ആൾക്കാർക്കും നമ്മളുടെ സുഹൃത്ത് ആൾക്കാർക്ക് കൊടുക്കണം, പിന്നെ നമുക്ക് കുറച്ച് വെക്കണം നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മളുടെ കഴിക്കാം ഗൈസ്. നമ്മളുടെ ഈ ആടിൻ്റെ ഇറച്ചി 22 കിലോ ഉണ്ടായിനി. നമ്മളുടെ അടിപൊളി ഇറച്ചി ഉണ്ടായിനി. പിന്നെ ഗൈസ് ഞാൻ വിചാരിച്ചില്ലേ 2 ആടിന് 22 കിലോ ഇറച്ചിയാവും. പിന്നെ ഗൈസ് നമ്മളുടെ നാട്ടിലെ പെൺകുട്ടി വന്നാൽ 1 ആട് അറക്കണം, പിന്നെ ആൺകുട്ടി വന്നാൽ 2 ആട് അറക്കണം ഗൈസ്. ആടിൻ്റെ പാൽ കണ്ടോ, ഞാൻ കട്ടിത്തരാം കണ്ടോ. എത്ര പാൽ കണ്ടോ, ജാസ്തി പാൽ കണ്ടോ. പിന്നെ ഗൈസ് 2 ആട് മുറിച്ചിട്ട് ഇറച്ചി കട്ടാക്കിയിട്ട് നമ്മളുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും കൊടുത്തി, നമ്മളുടെ ഫാമിലിക്ക് കൊടുത്തി, എൻ്റെ ഇമ്മാൻ്റെ ഫാമിലിക്ക് കൊടുത്തി, എല്ലാ ആൾക്കാർക്കും കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ കുട്ടി കൊണ്ടുവന്നു നമ്മളുടെ നാട്ടിൽ. ഇപ്പോൾ നിങ്ങളുടെ കട്ടി കൊടുക്കും എൻ്റെ കുട്ടിക്കോ കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മളുടെ രാജ. ഞാൻ പറഞ്ഞില്ലേ രാജ അല്ലെങ്കിൽ റാണി വരും. നമ്മളുടെ രാജ വന്നു കണ്ടോ. ഈ രാജാൻ്റെ പേര് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് രാജാൻ്റെ പേര് എന്ത് വെക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞ് രാജാൻ്റെ പേര്, ആ പേര് ഞാൻ വെച്ച്. ഈ പേര് ജൈൻ ഷേഖ് കണ്ടോ, ജാസ്തി കിലോമീറ്റർ
കണ്ടോ അടിപൊളി കുട്ടി അടിപൊളി ജാസ്തി ഗ്ലാമർ കണ്ടോ ഫുൾ കണ്ടോ ഫുൾ കട്ടി കൊടുത്തു ചെറിയ കാൽ കാൽ കട്ടി കൊടുത്തു യെസ് ഏയ് കണ്ടോ ഗൈസ് കണ്ടോ അവിടെ നോക്കിക്കോ മുഖം ജാസ്തി ഗ്ലാമർ മുഖം അടിപൊളി ഇന്റെ മാതിരി അല്ലേ ജാസ്തി ഗ്ലാമർ കണ്ടോ അടിപൊളി അടിപൊളി കുട്ടി ഇപ്പോൾ ഈ കുട്ടിൻ്റെ 7 ദിവസമായി മുടി കളയില്ല മുടി കട്ടാക്കിയില്ല മുടി കട്ടാക്കണം ഡോക്ടർ പറഞ്ഞ മുടി കട്ടാക്കണ്ട അതുകൊണ്ട് മുടി കട്ടാക്കിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് മുടി കട്ടാക്കും പിന്നെ കണ്ടോ ജാസ്തി ഗ്ലാമർ ഞാൻ ജാസ്തി സന്തോഷം കേട്ടോ പിന്നെ ഗൈസ് ഞാൻ ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി എൻ്റെ ഭാര്യ എൻ്റെ ഫാമിലി ഒക്കെ കേരളത്തെ കൊണ്ടുപോകും ഇപ്പോൾ കൊണ്ടുപോകില്ല ഇപ്പോൾ കാരണം ഇപ്പോൾ കുട്ടി ചെറുതാ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല അത് ഭയങ്കര പ്രശ്നമാവും പ്രോബ്ലം വരും നമ്മളുടെ നാട്ടിന് ആൾക്കാർ ശ്രമിക്കില്ല അതുകൊണ്ട് 2-3 മാസം കഴിഞ്ഞിട്ട് കേരളത്തെ കൊണ്ടുപോകും ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ ഈ വീഡിയോ നല്ല ഷെയർ ആക്കണം നല്ല ലൈക്ക് ആക്കണം കമൻറ്റ് ആക്കണം ഈ വീഡിയോ അടിപൊളി ആയാലേ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ